മൂലനക്ഷത്രം. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം വരുന്നത് 7ാം ഭാവത്തിലാണ്. 7ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് ഏറ്റവും നല്ലതല്ലേ. നിവർത്തി സ്ഥാനത്ത് വ്യാഴാണ് വരുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വ്യാഴം നന്നായി എല്ലാം നന്നായി, അതാണല്ലോ പറയാം. സർവ്വ ഈശ്വരകാരകത്വം വ്യാഴത്തിനുണ്ട്. പക്ഷെ 3ൽ രാഹുവാണ്. 3ൽ രാഹുവിനും നല്ലൊരു ഭാവമാണ്. 3ൽ രാഹു ആത്മീയമായിട്ടുള്ള ജ്ഞാനത്തെ മാത്രമല്ല, നിഗൂഢമായ ശാസ്ത്രങ്ങളെ പഠിപ്പിക്കും. നമ്മളൊരു പുതിയ മേഖലയിലേക്ക് മാറ്റങ്ങൾ വരുത്തും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 3ലെ രാഹു എപ്പോഴും നമ്മൾ അറിയപ്പെടാത്തൊരു മേഖലയിലേക്ക് പോയാലും അവിടെ നമ്മൾ സക്സസ് ആവും. ഒരു നിഗൂഢതയുണ്ട്, അത് പഠിക്കണം. ഒരു നിഗൂഢതയുള്ള ആളാണ് രാഹു. അതും ശനിയുടെ ബന്ധവുമുള്ള രാഹുവാണ്. അപ്പം ശനി ക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് ഈ മൂലനക്ഷത്രക്കാരൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വ്യാഴൻ്റെ സപ്പോർട്ടും ഉണ്ട്, നമുക്ക് രാഹുവും നന്നായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ശനീശ്വരൻ 4ലാണ് വന്നത്, കണ്ടകനായിക്കൊണ്ട് 4ൽ വന്നു. അത് വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും 2 നക്ഷത്രക്കാരുടെ 2 ഗ്രഹങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ശനിയെ നന്നായിട്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഭാഷകൾ പഠിക്കാം, നിഗൂഢമായ ശാസ്ത്രങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ കുട്ടികളാണെങ്കിൽ വിദേശത്ത് പോയിട്ട് പുതിയ ഭാഷകൾ പഠിക്കാനും അവിടെ ഒരു പുതിയ ജോലിക്ക് ഒക്കെ പോകാനായിട്ട് ഈ മൂലനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്.